الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം നമ്മുടെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും രഹസ്യ പരസ്യ നിമിഷങ്ങളിലും ഇടപാടുകളിലും ബന്ധങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിച്ച് യഥാർത്ഥ മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പലരും വളരെ പ്രബലമായ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചവരായിക്കൊണ്ടാണ് ഇന്നത്തെ ജുമായിൽ പങ്കെടുക്കുന്നുണ്ടാവുക. ഇന്നലെയും നോമ്പ് അനുഷ്ഠിച്ചവരുണ്ട്. അല്ലാഹു നോമ്പുകാർക്ക് കനിഞ്ഞരുളുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരിൽ, അള്ളാഹുവിൻ്റെ സച്ചരിതരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നോമ്പ് അതെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് അനുഷ്ഠിക്കാൻ പറഞ്ഞത് എന്നതിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കൊടിയ മർദ്ദകനായിരുന്ന, ഏകാധിപതിയായിരുന്ന, അക്രമിയായിരുന്ന, ധിക്കാരിയായിരുന്ന, ഇനി എന്തൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയല്ല, അങ്ങനെയുള്ള ഒരു ഫറോവൻ രാജവംശത്തിന്റെ മർദ്ദനത്തിൽ നിന്ന് ബനു ഇസ്രായേൽ സമുദായത്തെ രക്ഷിച്ചെടുത്ത ഒരു ദിവസം എന്ന നിലക്കാണ്
മുഹറം 10 മദീനയിലെത്തിയപ്പോൾ മദീനയിലെ ജൂത വിഭാഗം നോമ്പനുഷ്ഠിക്കുന്നത് റസൂലുള്ളാ കാണുന്നു. അവിടുന്ന് റസൂലുള്ളാ പറഞ്ഞു, ജൂതന്മാരെക്കാൾ നമ്മളാണ് അതിന് കടപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ആ ദിവസം ആ സംഭവം മൂസാ അലൈഹിസ്സലാമിനെയും മൂസാ അലൈഹിസ്സലാമിയുടെ അനുയായികളെയും ഒക്കെ ഓർത്തെടുക്കുന്ന ആ സംഭവത്തെ കൂടുതൽ ചേർത്ത് നിർത്തേണ്ടത് നമ്മളാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി മദീനയിലെത്തിയപ്പോൾ പറയുകയായി, നമുക്ക് 9 കൂടി എടുക്കാം, മുഹറം 9 കൂടി എടുക്കാം. അങ്ങനെ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 9 കൂടി എടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിറ്റത്തെ വർഷം റസൂൽ ജീവിച്ചിരുന്നിട്ടില്ല, അതുകൊണ്ട് റസൂൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അതേസമയം അത്രയും പ്രാധാന്യമുള്ള ഒരു നോമ്പാണ്. അതിനേക്കാൾ ഉപരി ആ നോമ്പ് അനുഷ്ഠിക്കുന്നതോടുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ്, പ്രവാചകൻ മാത്രമല്ല വ്യക്തിയാണ് മൂസാ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. മൂസാ അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ല, അതിന്റെ ജനനം മുതൽ തന്നെ ഉള്ള കാര്യങ്ങൾ ഒരു ചിത്രീകരണം എന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നതാണ്. സൂറത്തുൽ ഖസസ്, സൂറത്തുൽ അംബിയ എന്ന് തുടങ്ങി ധാരാളം സൂക്തങ്ങളിൽ, സൂറകളിൽ മൂസാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഫിറഔനെ കുറിച്ചിട്ടും പറയുന്നു. ആളുകൾ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, മൂസാ അലൈഹിസ്സലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേര് പരാമർശിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഫിറഔനാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും, എന്തുകൊണ്ടായിരിക്കും മൂസാ അലൈഹിസ്സലാമിനെയും ഫിറഔനെയും ഇത്രയധികം ഖുർആനിന്റെ അസ്ഹാബ്, ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുന്ന നമ്മളോട് ഇത്രയധികം ഖുർആൻ വളരെ വ്യക്തമാക്കി വിശദമാക്കി അതിന്റെ ജനനം മുതൽ നൈൽ നദിയിലെ പെട്ടിയിലാക്കി അങ്ങനെ ഒഴുക്കി ഫിറഔന്റെ കൊട്ടാരത്തിൽ വളർന്നു മുതൽ അവിടുന്ന് ഒരു കിബിത്തിയുമായി കൊണ്ടുള്ള ഒരു മൽപിടുത്തത്തിൽ കിബിത്തി അബദ്ധത്തിൽ വധിക്കപ്പെടുന്നു. മൂസാ അലൈഹിസ്സലാമിനെ പിടികൂടും, ശിക്ഷിക്കും എന്ന് വിചാരിച്ച് മൂസാ അലൈഹിസ്സലാം രാജ്യം വിട്ടു പോകുന്നു. അവിടുന്ന് ഒരു 10 വർഷത്തോളം ഈജിപ്ത് വിട്ട് മൂസാ അലൈഹിസ്സലാം മാറി നിൽക്കുന്നു. അതിന്റെ ഇടയിൽ വിവാഹം കഴിക്കുന്നു. ശുഐബ് നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നു. തിരിച്ചു വരുന്നു. തൂരിസീന പർവ്വതത്തിൽ നിന്ന് റബ്ബുമായി കൊണ്ട് സംസാരം നടക്കുന്നു. പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നു. ദൗത്യം ഏൽപ്പിച്ച ഉടനെ തന്നെ മൂസാ അലൈഹിസ്സലാമയോട് മൂസ നേരെ ഫിറഔന്റെ അടുത്തേക്ക് ചെല്ലൂ. ഫിറഔൻ ധിക്കാരിയാണ്, അതിക്രമകാരിയാണ്, അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂസാ അലൈഹിസ്സലാമിനെ ദൗത്യം ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തതയോടുകൂടി എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് വായിക്കുമ്പോൾ മൂസാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫിറഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടും, ഈജിപ്തുമായി അതിന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടും, മൂസാ അലൈഹിസ്സലാമിന്റെ പ്രബോധന ദൗത്യവുമായി ബന്ധപ്പെട്ടും നിലവിലെ ഒരു ഉമ്മത്ത് എന്ന നിലക്ക് മുസ്ലിം സമുദായത്തിന് എന്താണ് നേടിയെടുക്കാനുള്ളത് എന്നതിനെ കുറിച്ചും നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നത്ലു അലൈക മിൻ നബഇ മൂസ വ ഫിർഔന ബിൽ ഹഖ്, യഥാവിധം വസ്തുനിഷ്ഠമായി വളരെ ക്ലാരിറ്റിയോടുകൂടി ശരിയായ വിധം ഇതാ മൂസാ അലൈഹിസ്സലാമിന്റെയും ഫിർഔനിന്റെയും വാർത്തകൾ, വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതാ അവതരിപ്പിക്കാൻ പോകും. സൂറത്തുൽ ഖസസ് ആരംഭിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നത്ലു അലൈക, പ്രവാചകർ അങ്ങയുടെ മേൽ ഞാൻ ഇത് പാരായണം ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട്, വസ്തുനിഷ്ഠതയോട് കൂടിയിട്ട് മൂസാ അലൈഹിസ്സലാമിന്റെയും ഫിർഔനിന്റെയും സംഭവവികാസങ്ങൾ നിങ്ങൾ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു ജനത ആകുന്നതിന് വേണ്ടിയിട്ട്, അത് അതുപോലെ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ ഭൂമിയിൽ അഹങ്കരിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ ഖസസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക.
എന്ന് മാത്രമല്ല നമ്മളെ നിലവിലെ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് വായിക്കുകയും ചെയ്യും. നിലവിൽ നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം, ഒരു ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലക്ക് മൂസ അലൈഹിസ്സലാം അന്ന് ഫിറഔനിന്റെ കീഴില് ജീവിച്ച് ജനിച്ചു വളർന്ന മൂസയും ശേഷം നുബുവത്തിന് ശേഷം ഫിറഔന്റെ കൊട്ടാരത്തിൽ ചെന്ന ഒരു പ്രബോധകമായിട്ട് മൂസ അലൈഹിസ്സലാം നടത്തുന്ന ചില ദൗത്യങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ട് നിലവിലെ ഒരു ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സംഭവത്തെ നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കും ഫിറഔൻ വളർത്തിയ മൂസയും അവസാനം ചെങ്കടലില് മുങ്ങി മരിക്കുന്ന ഒരു ഫിറഔൻ ഉണ്ടല്ലോ, ഇത് രണ്ടാണ്. മൂസ അലൈഹി ഇസ്ലാമിന് നൈൽ നദിയിൽ നിന്ന് എടുത്ത് വളർത്തിയെടുക്കുന്ന ഫിറഔൻ അല്ല, ഒരു 10 വർഷങ്ങൾക്ക് ശേഷം പിന്നെ ചെങ്കടലിൽ മുങ്ങി മരിക്കുന്ന ഫിറഔൻ. ആ മുങ്ങി മരിച്ച ഫിറഔന് ചരിത്രകാരന്മാർ പറയുന്ന റാംസിസ് രണ്ടാമൻ ഇപ്പോഴും ആ ബോഡി ആ മമ്മിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്, ദൃഷ്ടാന്തമായി ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ കുറെ ഏകാധിപതികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഫാഷിസ്റ്റുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ലോകത്തെ ഉറപ്പിച്ച വലിയ വലിയ അക്രമകാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ബാധകരായിട്ടുള്ള ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞു പോയ കാലത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണു തുറന്നാൽ കാണുന്ന ഭരണാധികാരികൾ, അവരിപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അവരുടെ ഓരോ നയവും അവരുടെ ഓരോ പോളിസിയും എന്ന് പറയുന്നത് പുതുതായിട്ട് അവരുണ്ടാക്കുന്നതല്ല. ഇതേ ഒരു ഫറോവൻ രാജവംശത്തിന്റെ തുടർച്ചയായിട്ട് അതേ ആശയം നടക്കുന്ന ആളുകളാണ്. ഇന്ന ഫിറഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയ വജഅല അഹ്ലഹാ ശിയ. ഫിറഔൻ ഭൂമിയിൽ അഹങ്കരിച്ചു എന്ന് മാത്രമല്ല, ആ ഭൂമി ഈജിപ്തിൽ ഉണ്ടായിരുന്ന വിഭാഗങ്ങളെ മുഴുവൻ ക്ലസ്റ്ററുകളായിട്ടും ഭോഗികളായിട്ടും ബ്ലോക്കുകളായിട്ടും മാറ്റി. അതായത് ജാതിയായിട്ട് തിരിച്ചു. ഇന്ന ആള് സവർണൻ, ഉന്നതൻ, താഴ്ന്നവൻ, ഇന്ന ആള് ഇവര് ബ്രാഹ്മണര്, ഇങ്ങനെ ഉണ്ടല്ലോ. മനുഷ്യർക്കിടയിൽ തന്നെ ഒരു വിഭാഗീയതയും ജാതീയതയും ഒക്കെ ഉണ്ടാക്കി. അവരിൽ നിന്ന് ഒരു കൂട്ടർ വിഭാഗത്തെ പറ്റ ദുർബലരാക്കുക എന്ന് പറഞ്ഞാല് ആ വിഭാഗം ജനിച്ച് വളരേണ്ട മനുഷ്യരല്ല, കൊന്നെടുക്കണം അവരെ, ഉന്മൂലനം ചെയ്യണം അവരെ, ആട്ടിപ്പുറത്താക്കണം അവരെ ഈ ഭൂമിയിലും ലോകത്തും രാജ്യത്തും ജീവിക്കേണ്ടവരല്ല. അങ്ങനെ അവരെ പറ്റ ദുർബലരാക്കുക. അവർക്ക് എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അവകാശങ്ങൾ കൊണ്ട് റദ്ദ് ചെയ്യുന്ന വിധത്തിൽ നിയമങ്ങളും പോളിസികളും ഉണ്ടാക്കിയെടുക്കുക. അവർ ജീവിക്കുന്നവരുടെ ജീവിതത്തെ പറ്റ ഇല്ലാതാക്കുക, നിന്ദിക്കുക. അവരെ മനുഷ്യരായിട്ടോ രാജ്യത്തിന്റെ പൗരന്മാരായിട്ടോ ഘടിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റിക്കളയും. ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഇല്ലാതാക്കുക. അവര് വളർന്നു കഴിഞ്ഞാൽ, അവരെങ്ങാനും പഠിച്ചു ഉഷാറായി കഴിഞ്ഞാൽ, അവരെങ്ങാനും ഭൂമിയിൽ അവർ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഈ വളർച്ച തന്നെ ഇല്ലാതാക്കണം, അവരുടെ എല്ലാ പരമ്പരകളെയും ഇല്ലാതാക്കണം, അവരുടെ ഈ വളർച്ച ഇല്ലാതാക്കണം, അവരുടെ ഈ സമുദായത്തിന്റെ പുരോഗതി ഉണ്ടല്ലോ അതില്ലാതാക്കണം. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താ? അതുകൊണ്ട് ആണുങ്ങളെ മുഴുവൻ കൊന്നുകളയാണ്, ആണുങ്ങളെ മുഴുവൻ കൊന്നുകളയാണ്. പെണ്ണുങ്ങളെ വിടാം, ആണുങ്ങളെ മുഴുവൻ കൊന്നുകളയാണ്. ഇപ്പൊ ഞങ്ങൾ എന്ന് പറയുന്നത് ടിബത്ത് ഭരണകൂടത്തിന്റെ ആളുകൾ, ഭരണവംശം, ഇവരുടെ കൂട്ടരുണ്ട് ബനി ഇസ്രായേൽ സമുദായം. അവര് ജനിക്കാൻ തന്നെ പാടില്ല, ആളുകൾ ഉണ്ടാവാൻ പാടില്ല, അവര് സാമുദായികമായിട്ട് ഉണർച്ച ഉണ്ടാകാൻ പാടില്ല, അവർ ഈ രാജ്യത്തിൽ നിന്ന് ഒരാട്ടി പുറത്താക്കാം. നോക്കൂ, നിങ്ങൾ ദുരന്തം ചെയ്ത് നോക്കൂ. സൂറത്തുൽ ഖസസ്, പരിശുദ്ധ ഖുർആൻ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മൂസ അലൈഹിസ്സലാമിന്റെയും ഫിർഔന്റെയും ഒരു കാലഘട്ടത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർദ്. പക്ഷെ ഖുർആൻ എന്താ വിചാരിക്കുന്നത്? ഖുർആൻ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ മർദ്ദിച്ചൊതുക്കപ്പെട്ട മനുഷ്യരുണ്ട്, സാധാരണക്കാരായ മനുഷ്യരുണ്ട്, മർദ്ദിച്ചൊതുക്കപ്പെട്ട മനുഷ്യരുണ്ട്, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കൂട്ടരുണ്ട്, ദുർബലരാക്കപ്പെട്ട മനുഷ്യരുണ്ട്, കീഴാളരാണ് എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുണ്ട്. ഈ മനുഷ്യരോട് ഔദാര്യം കാണിക്കണമെന്നതാണ് ഖുർആനിന്റെ ഒരു സുന്നത്ത്, അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം. ഇവരെ മുഴുവൻ അവരെ ഭൂമിയിലെ നേതാക്കന്മാരും ഇവരെ ഭൂമിയിലെ നേതാക്കന്മാരും ഭൂമിയിലെ അവകാശമാക്കിയിട്ട് മാറ്റും. ധിക്കാരികൾക്കും തമ്മാടികൾക്കുമല്ല, ധിക്കാരികൾക്കും തമ്മാടികൾക്കും
അതുപോലെ തന്നെ മർദ്ദകരായ മനുഷ്യർക്ക് വല്ല അധികാരം ഉണ്ടാവും. ദുർബലരായ മനുഷ്യർ, മനുഷ്യത്വമുള്ള മനുഷ്യർ, ഇവിടുത്തെ മനുഷ്യരോട് മുഴുവൻ ഒട്ടി നിൽക്കുന്ന ദുർബലരായ മനുഷ്യർ, ആ മനുഷ്യർക്കാവണം ഭൂമിയിൽ അവകാശം. ആ മനുഷ്യർക്കാണ് ഈ ഭൂമിയിലെ നേതാക്കൻ. ഈ ഭൂമിയിലെ അനന്തരാവകാശികളായിട്ട് അവർ മാറും. ഈ ഭൂമിയിലെ ഭരണ നേതാക്കന്മാരായിട്ട് അവർ മാറും. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്ന കാര്യമാണ്. അവർക്ക് ഭൂമിയിൽ അധികാരം നൽകണം. ഈ ദുർബലരായ മനുഷ്യർക്ക് ഭൂമിയിൽ അധികാരം നൽകണം. അങ്ങനെ ആ കാലഘട്ടത്തിലെ ഫറോവാനും ഹാമാനും അവരുടെ സൈന്യവും, ഫറോവാൻ ഭരണകൂടം, രാജവംശം, ആ രാജവംശത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പുരോഹിത വർഗം, ലോകം ആരംഭിച്ചത് മുതലുള്ളതാണ്. ആ പുരോഹിത വർഗവും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സംവിധാനങ്ങൾ. ഹാമാനെ കുറിച്ച് അറിയാം, ഖാറൂനെ കുറിച്ച് അറിയാം. ഫിറഔന്റെ കൂടെ തന്നെ ഇടതും വലതും ഉണ്ടായിരുന്ന രണ്ട് വലിയ പ്രബലമായ കോർപ്പറേറ്റ് സംവിധാനങ്ങൾ, മുതലാളി വർഗവും പുരോഹിത വർഗവും, ഖാറൂനും ഹാമാനും. ഈ രണ്ടു കൂട്ടരും ഇവരും അടക്കമുള്ള ആളുകൾ ഈ സൈന്യത്തിന് ഇവർ ആശങ്കിച്ചത് എന്താണോ അത് ഇവരെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഈ മനുഷ്യർക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക് അധികാരം കിട്ടും. മൂസാ അലൈഹി സ്വലാം അങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. മൂസാ അലൈഹി സ്വലാം തിരിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, മൂസാ അലൈഹി സ്വലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒറ്റ ഓർഡർ ഉണ്ടായിരുന്നു. മൂസാ അലൈഹി സ്വലാമിനോട് പറഞ്ഞില്ല. ആദ്യം മൂസാ അലൈഹി സ്വലാം വളർന്നു, കൊട്ടാരത്തിൽ വളർന്നു. അവിടുന്ന് ഫിറഔന്റെ ഏറ്റവും നല്ല ഇഷ്ടക്കാരനായി, പ്രത്യേകിച്ച് ഫിറഔന്റെ ഭാര്യ മൂസാ അലൈഹി സ്വലാമിനെ കണ്ടിട്ട് പറയുന്നത്, ഈ കുട്ടിനെ നമുക്ക് വളർത്താം. ഹാറൂൻ നബി കൂടെ ഉണ്ട്. മൂസാ നബി സ്വലമക്ക് കുറച്ച് പ്രബോധന ദൗത്യത്തിനൊക്കെ ചിലപ്പോൾ നമ്മൾ ചില ന്യായീകരണങ്ങളൊക്കെ പറയാലോ. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എഴുതാൻ കഴിയില്ല. ഇതെല്ലാം മൂസാ അലൈഹി സ്വലാം അള്ളാഹിനോട് പറഞ്ഞു. മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, എനിക്കിങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പ്രയാസമുണ്ട്. എന്റെ നാവിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാൻ കുറച്ച് പ്രയാസം. അപ്പൊ മൂസാ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ തരാം. പല ആളുകൾ ചോദിക്കുന്നുണ്ട്, മൂസാ അലൈഹി സ്വലാമിന് കൊന്നു കളയണം എന്ന് പറഞ്ഞ അതേ ഫറോവാൻ രാജവംശത്തിന്റെ അതേ നടപടി ഉള്ള കാലത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാം എങ്ങനെയാണ് ജനിച്ചെന്നുള്ളത് അവിടെ പല ആളുകൾ എഴുതിയിട്ടുണ്ട്. ഈ വർഷം ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയും, അടുത്ത വർഷം ജീവിക്കാൻ അനുവദിക്കും, പിറ്റത്തെ വർഷം മുഴുവൻ കുട്ടികളെയും കൊന്നുകളയും. ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഇളവുള്ള ആ ഒരു വർഷമാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം യഥാർത്ഥത്തിൽ ജനിച്ചു വളരുന്നത്. മൂസാ അലൈഹി സ്വലാം ജനിച്ചപ്പോഴാണ് ഉമ്മാക്ക് പേടി തോന്നിയത്. അങ്ങനെയാണ് ഉമ്മാക്ക് വഹിയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഓരോ കൃത്യമായി കൊണ്ടുള്ള ആലോചനകൾ. ഈ മൂസ ഫിറഔന്റെ കൊട്ടാരത്തിൽ തന്നെ വളരും, രാജവംശത്തിൽ തറവാട്ടിൽ തന്നെ വളരും. എന്നിട്ട് നീതിക്ക് വേണ്ടിയിട്ടും മനുഷ്യർക്ക് വേണ്ടിയിട്ടും ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും മോചനത്തിന് വേണ്ടിയിട്ടും മൂസാ അലൈഹി സ്വലാം സംസാരിച്ചു തുടങ്ങും. അങ്ങനെ മൂസാ അലൈഹി സ്വലാം അവിടെ വളർന്നു. അവർക്ക് ഏറ്റവും സ്വീകാര്യനായി, ഭാര്യക്ക് തന്നെ, ഫിറഔന്റെ ഭാര്യക്ക് തന്നെ ഏറ്റവും സ്വീകാര്യനായിക്കൊണ്ട് വളർന്നു. അതിന്റെ ഇടയിലാണ് ചെറുപ്പക്കാരനാകുമ്പോൾ അബദ്ധത്തിൽ ഒരു കിബിത്തിയെ, മറ്റൊരാളെ സഹായിക്കുന്നതിന് വേണ്ടി രണ്ടുപേര് തമ്മിലുള്ള സംഘട്ടത്തിൽ സഹായിയായിട്ട് മൂസാ അലൈഹി സ്വലാം ചെന്നപ്പോൾ ഒരു അടി കൊടുത്തപ്പം കിബിത്തി വംശത്തിൽപ്പെട്ട ഒരാൾ, അതായത് ഫിറഔന്റെ വംശത്തിൽപ്പെട്ട ഒരാള് അബദ്ധത്തിൽ മരണപ്പെടുന്നു. ഇതിന് പിടികൂടി ശിക്ഷിക്കുന്ന വിചാരിച്ചിട്ട് മൂസാ അലൈഹി സ്വലാം രക്ഷപ്പെടുന്നു. അവിടുന്നാണ് മൂസാ അലൈഹി സ്വലാമിനെ തിരിച്ചു വരുമ്പോഴാണ് തൂർ സീന പർവ്വതത്തിൽ വെച്ചിട്ട് മൂസാ അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് സംസാരിക്കുന്നത്. ഹൽ അതാക ഹദീസു മൂസ, മൂസാ അലൈഹി സ്വലാമയുടെ സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിനക്ക് ചില കാര്യങ്ങൾ വന്നെത്തിയോ? ഇദ്ഹബ് ഇദ് നാദാ റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസ് തുവ, ഈ തുവാ താഴ്വരയിൽ വെച്ചുകൊണ്ട്, വിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാമയെ വിളിച്ച് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുക. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, മൂസാ നിനക്ക് ചെയ്യാനുള്ള ദൗത്യം എന്താണ്? ഇദ്ഹബ്, നീ പോവാ. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, ധിക്കാരിയായ, നേരത്തെ ഖുർആൻ പ്രയോഗം അഹങ്കാരിയായിരുന്നു, ഇവിടെ ഖുർആൻ പ്രയോഗിക്കുന്നു ധിക്കാരിയായ ഫിർഔനിന്റെ അടുത്തേക്ക് നീ പോവാ. ആ ഫിർഔൻ അതിക്രമികാരിയാണ്. എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ദൗത്യം, എല്ലാ പ്രവാചകന്മാർക്കും ഏൽപ്പിച്ച ദൗത്യം, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്.
എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നുണ്ട്. ഈ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് കൽപ്പിച്ച കാര്യം നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. താഗൂത്തിനെ കൈവടിയാൻ വേണ്ടി. ഇപ്പൊ എന്താ താഗൂത്ത് എന്ന് പറഞ്ഞാൽ? കേവലം താഗൂത്തിന് ഒരൊറ്റ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയില്ല. അല്ലാഹുവിൽ നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും വ്യവസ്ഥകളും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും വ്യവസ്ഥകളും അള്ളയാണ് പരമാധികാരി. ഈ പരമാധികാരിക്കെതിരെ സംസാരിക്കുന്ന എന്തെല്ലാം, പ്രവർത്തിക്കുന്ന എന്തെല്ലാം, അത് സംവിധാനങ്ങളാവാം, സ്ഥാപനങ്ങളാവാം, ഐഡിയോളജികളാവാം, മറ്റു പല ആശയങ്ങളാവാം, ഇതൊക്കെ താഗൂത്താണ്. താഗൂത്തിനെ കൈവടിയാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടില്ല. ഇപ്പൊ എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാരെ അയച്ചതിന്റെ ആത്യന്തികമായ മൗലികമായ പ്രവാചകന്മാരെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങളെ ഇബാദത്ത് ചെയ്യണം, താഗൂത്തിനെ കൈവടിയണം. ഇവിടെയും മൂസ അലൈഹിസ്സലാമയോട് പറയുന്നു, തീർച്ചയായും ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്നു. ഇവിടെ മൂസ അലൈഹിസ്സലാമയോട് പറയുന്നു, ഫിർഔന്റെ അടുത്തേക്ക് നീ പോ, തീർച്ചയായും ഫിർഔൻ അതിക്രമകാരിയാണ്. എന്നിട്ട് മൂസ അലൈഹിസ്സലാമയോട് പറയാണ്, ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക. മൂസ എന്നിട്ട് അയാളോട് ചോദിക്കും, ഫിർഔനോട് ചോദിക്ക്, നീ നന്നാവതയാ. എന്താ ഫിർഔൻ ചെയ്ത ഏറ്റവും വലിയ പണി? ഫിർഔൻ പറഞ്ഞില്ലേ, നിന്റെ കീഴിന്റെ കാലിന്റെ കീഴിലാണ് ഈ നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിന്റെ നാട്ടിലുള്ള എല്ലാ സമുദായത്തിന്റെ ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഫിർഔൻ പറഞ്ഞു, എന്റെ സമുദായം, മിസ്റിന്റെ ആധിപത്യം എനിക്കല്ലേ. മിസ്ർ എന്ന് പറഞ്ഞ ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ. അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളുണ്ട്. ആ പുഴകൾ എന്റെ കാൽച്ചുവട്ടിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അഫലാത്ത് മിസ്റൊന്നും നിങ്ങൾ കാണുന്നില്ല. ഇപ്പൊ നോക്കുമ്പോൾ അത് വന്നിട്ട് ബനൂ ഇസ്രായേലിന്റെ മോചനത്തെ കുറിച്ച് സംസാരിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൗജിസത്ത് കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം മൂസാ അലൈഹി ഇസ്ലാമിന് നൽകിയ മൗജിസത്ത്, തന്റെ കയ്യിലുള്ള വടി നിലത്തിട്ട് കഴിഞ്ഞാൽ പാമ്പായിട്ട് മാറും. ഒരു മാരണക്കാരൻ വന്നിരിക്കുന്നു, മായാജാലക്കാരൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫിർഔനെ തിരിച്ച് സമുദായത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ ഈ ഈജിപ്തിന്റെ എല്ലാം എന്റെ കീഴിലുള്ളതല്ല. ഇപ്പതാ എന്റെ പരമാധികാരത്തെ അറുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂസ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. നിങ്ങളത് കാണുന്നില്ലേ? പക്ഷെ മൂസയോട് പറഞ്ഞു, ഫിർഔന്റെ അടുത്തേക്ക് പോകും, നിന്റെ പ്രബോധന ദൗത്യം നിർവഹിക്കുക. എന്നിട്ട് നിനക്ക് എന്തറിയാം, നീ അയാളോട് നന്നാവാൻ തയ്യാറുണ്ടെന്ന് ചോദിക്കും. മൂസ പറഞ്ഞു, ഫിർഔൻ, ഞാൻ നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാം, നാഥനിലേക്കുള്ള വഴി കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിലൂടെ എന്ത് ചെയ്യാം, നാഥനെ ഭയപ്പെടുന്നവരാകാം. നിങ്ങൾ അള്ളാഹുവിനെ എതിരിട്ടുകൊണ്ട് അതിക്രമിയായി കൊണ്ട് ജീവിക്കല്ല വേണ്ടത്. ഇവിടുത്തെ ബനൂ ഇസ്രായേൽ സമുദായത്തെ നിന്ദിക്കല്ല വേണ്ടത്, അടിച്ചമർത്തല്ല വേണ്ടത്, കൊല്ലാകൊല ചെയ്യല്ല വേണ്ടത്. അവർക്ക് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളെ മുഴുവൻ അറുത്ത് മാറ്റുകയല്ല വേണ്ടത്. മനുഷ്യരെ പോലെ അവർക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തുല്യതയും അതുപോലെ തന്നെ സമത്വവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അവരെ നശിപ്പിക്കല്ല വേണ്ടത് എന്ന് മൂസാ അലൈഹിസ്സലാം ഫിർഔന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് മൂസാ അലൈഹിസ്സലാം ഒരു ദൃഷ്ടാന്തം കാണിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, ഇതൊക്കെ ഓർത്തുകൊണ്ട് എന്ന് മാത്രമല്ല, ഓർത്തെടുക്കാൻ സുഖമാണ്. ഏത് കുട്ടിക്കും പാട്ടായിട്ടും കഥകളായിട്ടൊക്കെ മൂസാ അലൈഹിസ്സലാമിന്റെ സംഭവമൊക്കെ അറിയാൻ പറ്റും. എങ്ങനെയാണ് വളർന്നതെന്ന് അറിയാൻ പറ്റും. ഫിർഔൻ ആരായിരുന്നു പറയാൻ പറ്റും. ഖുർആൻ ജിസ്ദിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മൂസാ അലൈഹിസ്സലാം നമ്മുടെ കുട്ടികൾക്ക് ഉത്തരം കിട്ടും. പക്ഷെ അതല്ല, അതിനേക്കാൾ അപ്പുറം എന്തിനായിരിക്കും സമകാലികവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏകാധിപതിയോടും ഫാഷിസ്റ്റിനോടും അതുപോലെ തന്നെ ഏകാധിപത്യമുള്ള ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ബനൂ ഇസ്രായേൽ സമുദായം എന്ന് പറയുന്ന വലിയൊരു സമുദായം മൂസാ അലൈഹിസ്സലാമിന് ഉണ്ടായതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന കോടാനുകോടി മനുഷ്യരായ മുസ്ലിം ഉമ്മത്ത് അവരുടെ അതിജീവനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാട്ടിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് പെടാപാട് വിടുമ്പോൾ ഞങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി രേഖകളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ വിമോചിച്ച് സംസ്കരിച്ച്
അവർക്ക് തസ്കിയത്ത് നൽകി. അറിവില്ലാത്ത നിരക്ഷരരായ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ എന്ത് എന്ന് ബോധ്യമില്ലാത്ത ഈ രാജ്യത്തെ കോടാനുകോടി മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ദീനിനെ പറഞ്ഞു കൊടുക്കുകയും ദീനനുസരിച്ചുകൊണ്ട് അവരെ തർബിയത്തും തസ്കിയത്തും നൽകി വളർത്തിയെടുക്കുകയും സംസ്കരിച്ചെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ദൗത്യം ആധുനിക കാലഘട്ടത്തിലെ മൂസ അലൈഹിസ്സലാമിന്റെ അനുയായികൾ എന്ന നിലക്ക് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായമായ നമുക്ക് നിർവഹിക്കാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ മൂസ അലൈഹിസ്സലാമിന്റെയും മുഹറം 10 ഒരു വിമോചനത്തിലൂടെയും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഫിറഔൻ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. നമ്രൂദ് ഉണ്ട്. ദുൽഹജ്ജ് മാസത്തിൽ നമ്മളെ നന്നായിട്ട് സംസാരിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ നമ്രൂദ് ഉള്ളതുപോലെ, മൂസ അലൈഹി സ്വലാമിന്റെ മുമ്പിൽ ഫിറഔൻ ഉള്ളതുപോലെ, ഭരണകൂടമായിട്ടും ഏകാധിപതികളായിട്ടും അഹങ്കാരികളായിട്ടും തമ്മാനികളായിട്ടും നമ്മുടെ മുമ്പിലും അതിനേക്കാൾ വലിയ സ്ട്രോങ് ഫിറഔൻ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഫിറഔനിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന അജണ്ടകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന തലമുറ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഭരണകൂടത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ കാലഘട്ടത്തിന്റെ ഫിറഔൻ അതേപോലെ തന്നെ പിടിമുറുക്കി ബനൂ ഇസ്രായേൽ സമുദായത്തെ മർദ്ദിച്ചില്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്ന പോലെ തന്നെ മുസ്ലിം സമുദായത്തെ ഉന്മൂലനത്തിന്റെ വക്കിൽ നിർത്തിക്കൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ മൂസ അലൈഹിസ്സലാമിനെ ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട ഉമ്മത്ത് നമ്മളാണ് എന്ന തിരിച്ചറിവാണ് മുഹറം നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പ്രിയപ്പെട്ടവർ നമ്മൾ പരിശുദ്ധ ഖുർആനെ വായിക്കാൻ നോക്കുക. ആ സ്വഭാവത്തിൽ തന്നെ ഈ നാട്ടിലെ പ്രബോധകരായിട്ട്, ഈ നാട്ടിലെ പ്രചാരകരായിട്ട്, ദീനിന്റെ പ്രചാരകരായിട്ട് നമ്മൾ മാറുക. നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഏത് മാർഗങ്ങളിലൂടെയും ഏതാളുകളിലേക്കും ഈ ദീൻ അനുസരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ശരാർത്ഥത്തിലുള്ള ഏകാധിപതിയായ കാലഘട്ടത്തിലെ ഫിറഔൻ എടുത്തിട്ട് ഈ കാലഘട്ടത്തിലെ മൂസയെ പിന്തുണക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നടന്നെടുക്കൂ എന്നതും കൂടിയാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി പ്രബോധന പ്രവർത്തനത്തിന് സന്നദ്ധമാവാൻ നമുക്ക് കഴിയണം എന്നതും കൂടി മുഹറം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാലഘട്ടത്തിന്റെ ദീനി ദൗത്യം നിർവഹിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീനിനെ അർത്ഥത്തിൽ തന്നെ മുറുകെ പിടിക്കുന്ന, ദീനിനെ അർത്ഥത്തിൽ തന്നെ ഇതിന്റെ സന്ദേശവാഹകരായിട്ട് മാറുന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരി അജ്മഈൻ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പടച്ച റബ്ബിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം കൂടിയാണ്. ഒരുപാട് ലേഖനങ്ങളും കുറിപ്പുകളും ആഹ്വാനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആളുകൾ പലരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ വെച്ച് അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ഖുതുബകളിൽ ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ നാട് ചുറ്റുപാട് എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞതായാലും വീര്യം കൂടിയതായാലും അതൊക്കെ നമ്മുടെ സമൂഹത്തിന് വലിയ അപകടം, ആപത്തും വിപത്തും ഉണ്ടാകും. വിശദമായിട്ട് പറയേണ്ടതില്ലാത്ത വിധം നമ്മൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പം, തലമുറ, യുവാക്കള്, അതില് മദ്യം എന്നതിനേക്കാൾ അപ്പുറം മദ്യപാന്മാരുടെ കുടിയന്മാരുടെ കണക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. കുടിയന്മാരുടെ കണക്ക് പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മദ്യപിക്കുന്നവരുടെ തോത് എണ്ണത്തിൽ കുറവുണ്ട്. അതേസമയം മദ്യമില്ലാത്ത മറ്റു പലതും ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ച് മയക്കുമരുന്ന്, പല സ്വഭാവത്തിൽ പല പേരിൽ ഞാനത് സൂചിപ്പിച്ചത്. നമുക്കൊരു നിലക്കോ പിന്നെ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി വന്നു, വലിയൊരു പ്രൊജക്ട് വന്നു, നമ്മളൊക്കെ അതിനെ പിന്തുണക്കുന്നുണ്ട്. അതിനോട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ വീട്, നമ്മുടെ വ്യക്തി മുതൽ അതുപോലെ നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പരിസരം, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ മഹല്ല്, നമ്മുടെ സ്കൂൾ പരിസരം, നാട്, നഗരം, ക്ലബ്ബ്, എല്ലാ സംവിധാനങ്ങളും അടികൂടി നമ്മൾ കഴിച്ചു. നമ്മുടെ കല്യാണ വീട്, നമ്മുടെ ആഘോഷ ദിനങ്ങൾ, നമ്മുടെ ഓരോന്നും, നമ്മുടെ ഫുട്ബോൾ ലഹരികൾ എന്ന് മുതൽ എല്ലാ തലവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിശോധന നടത്തുക. എന്നിട്ട് നമ്മൾ പ്രഖ്യാപിക്കാം,
ലഹരി വിരുദ്ധ ദിനത്തിൽ ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാം. വലിയ അപകടമാണ്. ഒരു കുടുംബത്തെ നശിപ്പിക്കും, കുടുംബത്തെ പല അർത്ഥത്തിൽ നശിപ്പിക്കും, ജീവിതത്തിന്റെ എല്ലാ താളവും ഇല്ലാതെ. അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും ഒക്കെ നികുതി വർധനവിന് വീര്യം കുറഞ്ഞത് എന്നതാണ് ഇപ്പൊ പുതിയത് പറയുന്നത്. അതിന്റെ ആവശ്യത്തിലേക്ക് ഇപ്പൊ ഞാൻ പ്രവേശിക്കുന്നില്ല. അതേസമയം തന്നെ ഇതുണ്ടാക്കുന്ന മാരകമായ അപകടങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയാൻ, അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ, മുന്നൊരുക്കങ്ങൾ മാത്രമല്ല, ചില ആളുകളൊക്കെ ഇതിലൂടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഡി അഡിക്ഷൻ ക്യാമ്പുകൾ, സെന്ററുകൾ ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇതൊന്ന് മുക്താക്കിയിട്ട് വരും. അപ്പൊ ഇന്നലെ 2-3 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ നടത്തിയ ഒരു കുത്തുബ അത് കേട്ടിട്ട് എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ തിരിച്ച് എനിക്ക് ആ കുത്തുബന്റെ ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു വലിയ തിരിച്ചറിവുണ്ടാക്കിയിട്ടുണ്ടാവും. ഇസ്ലാം എങ്ങനെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്? ഇസ്ലാം ഒരാളിപ്പോ കുടിയാനായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായി അയാളങ്ങിട്ട് ഇസ്ലാം അങ്ങോട്ട് ഇല്ലാതാക്കിയിട്ട് പുറത്താക്കല്ല ചെയ്യുക. അയാളെ ചേർത്ത് നിർത്തും, സാഹചര്യങ്ങൾ പഠിക്കും, സന്ദർഭങ്ങൾ നോക്കും, എങ്ങനെ സംഭവിച്ചത് നോക്കും, ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് എങ്ങനെ ഇതിന് മുക്താവാൻ പറ്റുമോ. അതുകൊണ്ട് ഇസ്ലാം ആദ്യം തന്നെ ഇതിനെ ഹറാമാക്കിയേക്കല്ലേ, ആദ്യം തന്നെ സൂചന കൊടുത്തത് അപകടമാണ്, നിങ്ങളെ തളർത്തും, നിങ്ങളെല്ലാത്തിനും ഇത് ബാധിക്കും, നിങ്ങളെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് മദ്യം നിങ്ങൾക്ക് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ മദ്യം നിസ്കാര സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മദ്യത്തിലൊക്കെ ഒന്ന് മാറിയിരിക്കുക. ആദ്യം പറഞ്ഞത് നല്ലതല്ല, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, നിങ്ങൾ ശരീരത്തെ ബാധിക്കും. രണ്ടാമത്തെ നിർദ്ദേശം നിങ്ങൾ നിസ്കാര സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. പടിപടിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഡി അഡിക്ഷൻ ക്യാമ്പിന്റെ മറ്റൊരു രസകരമായ ഇസ്ലാമിന്റെ ഇടപെടലാണ്. എങ്ങനെയാണ് ആളുകളെ ഇതിൽ നിന്ന് മുക്താക്കുക? അവസാനം പറഞ്ഞ് നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ചെറിയ ചെറിയ ഉപകാരമൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാത്ത ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപകാരമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കില്ല, നിങ്ങൾ പൂർണ്ണമായിട്ട് മുക്താണ്. ഇടപെട്ട ആളുകൾ ആ സ്വഭാവത്തിൽ പരിഗണിക്കണം, പരിചരിക്കണം, അവരിതിൽ നിന്ന് മുക്താക്കി കൊണ്ടുവരണം. എങ്ങനെയാ മക്കൾ ഉണ്ടാവുക അറിയില്ല. ഇതിന്റെ വാഹകരുണ്ട്, ഉപഭോക്താക്കൾ ഉണ്ടാവും, ഇടയിൽ നിൽക്കുന്ന ഡീലിംഗ് ഉണ്ടാവും. നമുക്കറിയാത്ത വലിയ മാഫിയകളായിരിക്കും ഇതിന്റെ പിന്നിലുണ്ടാവും. അതേസമയം തന്നെ ഇതിന്റെ ഇടയിലൊക്കെ നിൽക്കുന്ന നമ്മളെ പച്ചയായ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടാവും. പ്ലസ്-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന മക്കളുണ്ടാവും. അവരറിയുന്ന കൊണ്ടിട്ട് അകറ്റി നിർത്തല്ല, അവിടെ ചേർത്ത് നിർത്തിയിട്ട് അവിടെ കൂടെ നിന്നിട്ട് നമുക്ക് ഇന്ന് മുക്താവാം, നമുക്ക് ഇന്ന് ഫ്രീ ആവാം എന്ന് പറയുന്ന വിധത്തിലേക്ക് അവർ ചേർത്തുകൊണ്ടിരുന്ന മഹല്ല്, ക്ലബ്ബ്, സംവിധാനങ്ങൾ, നാട്, നഗരങ്ങളൊക്കെ ആ അർത്ഥത്തിലാണ് ചിന്തിക്കേണ്ടത് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം എന്ന നിലക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കാം, ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താനുള്ള ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും കൂടി ശ്രദ്ധിക്കണം, ശ്രമിക്കണം എന്ന് സമർപ്പികമായിട്ട് സൂചിപ്പിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള വിഷയം തന്നെയാണ്. എന്നാലും നമ്മുടെ ഒരു മഹല്ല്, പള്ളി എന്നുള്ള അർത്ഥത്തിൽ, മുഅ്മിനുകൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകളും, കുറ്റങ്ങളും, കുറവുകളും, ന്യൂനതകളും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവെ, വലിയ പരീക്ഷണങ്ങളുടെ മുമ്പിലുള്ള ഒരു സമുദായമാണ് ഞങ്ങൾ. അല്ലാഹുവെ, വലിയ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, നീ പരിശുദ്ധ ഖുർആനിൽ വരച്ചു കാണിച്ചിട്ടുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ, ദൗത്യങ്ങൾ അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക ഉമ്മത്തിന് മുന്നോട്ട് നയിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വലിയ അപകടങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, പലപ്പോഴും ജീവിതത്തിൽ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ട്. കരുണാവാരിധിയായ നാഥ, ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. തെറ്റിന്റെ പേരിൽ ഞങ്ങളെ പിടികൂടല്ല തമ്പുരാനെ. അള്ളാഹു നിന്റെ തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, വളരെ രഹസ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം ആമലുകളുണ്ട്. ചില സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ തന്നെ മറന്നുപോയിട്ടുണ്ട്. അള്ളാഹു നിന്റെ കർമ്മ പുസ്തകത്തിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു മരണം വരെ മുത്തഖികളായിട്ട് ഞങ്ങളെ ജീവിപ്പിക്കണേ തമ്പുരാനെ. പിശാചിന്റെ ശർറ്, പ്രലോഭനങ്ങൾ, ഭൗതികമായ ആസക്തികൾ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു നിൽക്കാൻ, ഏത് സമയത്തും ചാഞ്ഞു പോവാൻ, താളം തെറ്റാൻ, മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള പൈശാചികമായ പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് ചുറ്റിലുണ്ട്. അള്ളാഹുവെ, പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഉറച്ച ഈമാൻ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയത്തെ അള്ളാഹുവെ നീ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. നിന്നോടുള്ള അനുസരണത്തിൽ, ദീനി ബാധ്യതയിൽ ഞങ്ങളുടെ ജീവിതത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റിയെടുക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ അള്ളാഹ്.
അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾക്ക് മുമ്പ് യാത്ര പോയ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഉമ്മതിലുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്, ബന്ധത്തിലുള്ള പല ആളുകളുണ്ട്. അള്ളാഹുവെ, ഖബറിടത്തിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. നാഥ, അവർക്ക് നീ അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ, അവരോടൊപ്പം ഒരു സ്വർഗീയ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ നാഥ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ചുറ്റിലുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും രോഗികളാണ്. അള്ളാഹു അവരെ നീ പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. ദീർഘായുസ് നൽകണേ നാഥ, ആഫിയത്ത് നൽകണേ തമ്പുരാനെ, പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.